രാവിലെ ഉണ്ടാക്കിയ കടലക്കറിയാണേ. ഞാൻ ഇതിനകത്ത് ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കടല വേവിച്ച് കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റണം. പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയിട്ട് ഈ പൊടികൾ എല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ വറുത്ത് കോരിയെടുത്ത്, അതായത് ആ കൂടിയിട്ടാണ് ഞാൻ ചൂടാക്കുന്നത്. നല്ലൊരു പച്ചവെളിയല്ലേ. എന്നിട്ട് ശകലം ചൂടുവെള്ളം ഒഴിച്ച് കടലയിട്ട് പിന്നെ ഉപ്പിടുമല്ലോ ആവശ്യത്തിന്, 2 കറിവേപ്പില ഇടും. അത്രേ ഉള്ളൂ എൻ്റെ കടലക്കറി. ഞാൻ തേങ്ങ ചേർക്കൂ, എന്നാലും കൊഴുപ്പില്ലേ, നോക്കിക്ക് നല്ല കൊഴുപ്പുള്ള ഇതല്ലേ, എന്നാൽ അത്യാവശ്യം ചാറുമുണ്ട്. ഇങ്ങനെയാട്ടോ ഞാൻ കടലക്കറി വയ്ക്കണേ. അല്ലാതെ ഞാൻ തേങ്ങയൊന്നും അങ്ങനെ വല്ലപ്പോഴും ചേർക്കുമെന്നേ ഉള്ളൂ. ചിലർ കടലയൊക്കെ അരച്ച് ചേർക്കും. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിങ്ങനെയാണ് വെക്കാറ്. നല്ല കടലക്കറിയില്ലേ, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? കൊതി വരുന്നുണ്ടോ? ഇത് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടാട്ടോ ഇന്നുണ്ടാക്കുന്നത്, രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കിയതാണ്. നോക്കുക, നല്ല കൊഴുപ്പില്ലേ ചാറിനൊക്കെ. ഇത് കണ്ടില്ലേ, ചുമ്മാ വെള്ളമായിട്ട് ചാടുവാണോ നോക്ക്, കൊഴുപ്പോട് കൂടിയല്ലേ ചാറിനെ. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഞാൻ പുട്ടിനുള്ളത് ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കടലക്കറി. നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയേ. ചുമ്മാ ഈ എന്തിനാ എണ്ണ, അധികം കൊഴുപ്പൊക്കെ ശരീരത്തൊക്കെ അടിച്ച് കയറുന്ന കടല തന്നെ കൊഴുപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഒത്തിരി ഇങ്ങനെ കൊഴുപ്പ് ചേർക്കാതിരിക്കുക നല്ലത്. ചിലർ തേങ്ങാപ്പാൽ ഒഴിക്കും, ചില ആൾക്കാർ തേങ്ങ വറുത്ത് ചേർക്കും. ചില നാട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കുന്നത്, വറുത്ത് അരച്ച് ചേർക്കും. പിന്നെ ചിലർ കടല അരച്ച് ചേർക്കും, ചിലർ കടലയും തേങ്ങ അരച്ച് ചേർക്കും. ഇതൊക്കെ സ്വാഭാവികം. പക്ഷേ ഈ കടലക്കറി ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കുക. എന്നിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ബാക്കിയെല്ലാം ഞാൻ ഗരം മസാലയെ ചേർക്കുള്ളൂ. പിന്നെ വലിയ ജീരകം ഉണ്ടെങ്കിൽ 2-3 എണ്ണം ഇടും, ഇല്ലായൊന്നുമില്ല. അത് കടുക് പൊട്ടുമ്പം ആ കൂടെ ഇടും. അങ്ങനെ ഇന്നിപ്പോൾ അതില്ലായിരുന്നു. ബാക്കിയെല്ലാം സാധാരണ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം അതിനകത്തിട്ട് വഴറ്റിയിട്ട് ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ആവശ്യത്തിന് ചാറായി കഴിയുമ്പോൾ കടലയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഉണ്ടാക്കും. കണ്ടോ, അപ്പോൾ പുട്ടിന് ആവശ്യത്തിനുള്ള ചാറുമായി, അത്യാവശ്യം കൊഴുപ്പുമുണ്ട്. ഓക്കെ, എന്നാൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.